ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ദിവ്യയെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ദിവ്യയെ പാർട്ടി സംരക്ഷിക്കുന്നു, ആ തരത്തിലുള്ള ഒരു ആരോപണത്തിലേക്കാണ് പ്രതിപക്ഷവും കോൺഗ്രസും ഒക്കെ ആ സമയത്ത് കടന്നത്. ഉപതെരഞ്ഞെടുപ്പിന്റെ സമയമായിരുന്നു. സ്വാഭാവികമായിട്ടും ആ തരത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോയപ്പോൾ അതിനേക്കാളും വലിയ ചില തലങ്ങളൊക്കെ ഇതിനകത്തുണ്ട്, അല്ലെങ്കിൽ വലിയ ചില തിമിംഗലങ്ങളൊക്കെ പിന്നെയും ബാക്കിയുണ്ട് എന്നൊരു പക്ഷേ അങ്ങനെ ഫോക്കസ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ആരോപിക്കാനോ ഒന്നും പ്രതിപക്ഷമോ കോൺഗ്രസോ നിന്നില്ല. നിങ്ങളും ആ തരത്തിലുള്ള വെർഷനൊന്നും പറഞ്ഞില്ല. സ്വാഭാവികമായിട്ടും കേസ് ഈ തരത്തിൽ അട്ടിമറിക്കപ്പെടും വരുമ്പോൾ ഒരുപക്ഷെ ഇതിന്റെ ഒരു വലിയ തലം ആ സമയത്ത് ശ്രദ്ധിക്കപ്പെടാതെ വിട്ടതുകൊണ്ടുകൂടിയാണ് അങ്ങനെ കൂടി വിലയിരുത്തേണ്ടത് പ്രതിപക്ഷത്തിന്. അപർണ, നോക്കൂ, ഞങ്ങൾ ആ സമയത്തെ പറഞ്ഞിരുന്നു ഇതിനെ കേവലം ആത്മഹത്യയായി കാണാൻ ഞങ്ങൾക്ക് സാധിക്കില്ലായിരുന്നു. കാരണം ഇത് കണ്ണൂർ ബേസ് ചെയ്ത് CPM നടത്തിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ ആണ്, ഒരു സംശയവും വേണ്ട. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടുന്ന അനാഥ പ്രേതങ്ങളുടെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് അനുവർത്തിച്ചു വരുന്ന നടപടിക്രമം പോലും ഒരു ജില്ലയുടെ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്ന ഒരാൾ, ADM നമ്മൾ വെറുതെ പറഞ്ഞു പോയ പോരാ, അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്ന ഒരാൾ, ഒരു ജുഡീഷ്യൽ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാൾ, ആ ജില്ലയെ സംബന്ധിച്ച് കളക്ടർ കഴിഞ്ഞാൽ രണ്ടാമൻ പ്രധാനി, ആ പ്രധാനിയുടെ കാര്യത്തിൽ ഉണ്ടായില്ല. ഒരു സ്റ്റേഷൻ SHOയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയെന്ന് വരുത്തി തീർത്തു. പിന്നീട് കുടുംബം തന്നെ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടപ്പോഴും സർക്കാർ നിർബന്ധം പിടിച്ച് സർക്കാരിന്റെ പിടിവാശിക്ക് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ എന്ത് ചെയ്തു? പോസ്റ്റ്മോർട്ടം നടത്തി. കുടുംബം ആ സമയത്ത് തന്നെ വളരെ കൃത്യമായി ഇതിന്റെ അകത്ത് ആരോപണം ഉന്നയിച്ച് മുമ്പോട്ട് വന്നപ്പോഴും ഈ ഇന്റേണൽ ഓർഗൻസ് പ്രിസർവ് ചെയ്യണമായിരുന്നു. കാര്യം പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ ബന്ധുക്കൾക്ക്, റിലേറ്റീവ്സിന് ഒരു ആരോപണം നിലനിൽക്കുന്ന സമയത്ത് ഇന്റേണൽ ഓർഗൻസ് പ്രിസർവ് ചെയ്ത് പിന്നീട് ഒരു പോസ്റ്റ്മോർട്ടം നടത്താനുള്ള സാധ്യത അവര് തകർത്ത് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അത് തകർത്ത് കളഞ്ഞു. എന്തുകൊണ്ടാണ്? കണ്ണൂർ മെഡിക്കൽ കോളേജിനെ പറ്റി നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. അവിടെ SFI തൊട്ട് DYFI തൊട്ട് CPM തൊട്ട് സർവീസ് സംഘടനകൾ വരെയുള്ള എല്ലാവരും ഉണ്ട്. SFIയുടെ ചില ക്യാമ്പസുകളിലെ ഇടിമുറികൾ പോലെയാണ് കണ്ണൂർ മെഡിക്കൽ കോളേജ്. അവിടെ ഈ പറയുന്ന CPMന്റെ ചരട് വലിക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കൂ എന്ന് പഴയ CPMകാരി കൂടിയായ ADMന്റെ പഴയ ഇപ്പോഴത്തെ CPMന്റെ സർവീസ് സംഘടനയിലെ അംഗം കൂടിയായ ADMന്റെ ഭാര്യ അതേ ദിവസം തന്നെ പറഞ്ഞല്ലോ. പക്ഷെ സർക്കാരിന് ഒരു പിടിവാശി ഈ കേസിൽ ഉണ്ടായിരുന്നു. നോക്കൂ അപർണ, പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് പോലീസ് മാനുവൽ മാത്രമല്ല ഇന്ത്യൻ പീനൽ കോഡും ഇപ്പൊ വന്നിരിക്കുന്ന BNSM കൃത്യമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, കോസ് ഓഫ് ഡെത്ത്, അത് രേഖപ്പെടുത്തണം. എന്താണ് ഈ കേസിൽ കേസ് ഓഫ് ഡെത്ത് പറയുന്നത്? ഡെത്ത് ഡ്യൂ ടു ഹാങ്ങിങ്. വേറെ എവിടെയെങ്കിലും ഇവർ ആത്മഹത്യ എഴുതി വെച്ചില്ല, ദൈവാനുഗ്രഹം. പിന്നെ ടൈം ഓഫ് ഡെത്ത് അത് രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു അപ്രോക്സിമേറ്റ് ടൈം ഈ ബോഡി നമ്മുടെ കയ്യിൽ കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് ആ സമയം തൊട്ട് ഒരു അപ്രോക്സിമേറ്റ് ടൈം ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞത് രേഖപ്പെടുത്തണമെന്ന് കൃത്യമായി IPC പറയുന്നുണ്ട്. അത് രേഖപ്പെടുത്തിയിട്ടില്ല. ഇനി ഇതെല്ലാം പോകട്ടെ, ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഉണ്ടോ? അതിന്റെ ഒരു എക്സ്ട്രാക്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിന്റെ എക്സ്ട്രാക്ട് കയ്യിൽ കിട്ടിയ ശേഷം മാത്രമേ ഞങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടണം ചീഫ് പോസ്റ്റ്മോർട്ടം നടത്തുന്ന ആൾ. പക്ഷെ അദ്ദേഹം അത് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇൻക്വസ്റ്റ് റിപ്പോർട്ടിന്റെ എക്സ്ട്രാക്ട് കണ്ടതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടേ ഇല്ല. രണ്ടാമത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഇന്റേണൽ ഇഞ്ചുറി ഇല്ല, എക്സ്റ്റേണൽ ഇഞ്ചുറി ഇല്ല. അപർണ നോക്കൂ, ഈ പറയുന്ന പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട്, അതായത് പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് നവീൻ ബാബുവിന്റെ ശരീരം എത്തുന്നതിന് തൊട്ടു മുമ്പ് നടന്ന പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പറയാണ് അദ്ദേഹത്തിന്റെ അടിവസ്ത്രങ്ങൾ മുഴുവൻ രക്തത്തിൽ കുതിർന്നിരുന്നു എന്ന്. രക്തത്തിൽ കുതിർന്നിരുന്നു എന്ന് പറയുമ്പോൾ കൊതുക് കടിച്ചിട്ട് ഏതായാലും രക്തം കുതിരുന്ന രീതിയിൽ, അടിവസ്ത്രം മുഴുവൻ കുതിരുന്ന രീതിയിൽ രക്തം പ്രവഹിക്കത്തില്ലല്ലോ. അതിനൊരു മുറിവുണ്ടാവണം. പക്ഷെ ആ മുറിവ് കണ്ടെത്താൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സാധിച്ചില്ല. ആ ഒറ്റ കാരണം മതി. ഇത് CPM ഓഫീസിൽ നിന്ന്, കണ്ണൂരിലെ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് എഴുതി കൊടുത്തതാണ് പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞ്. കണ്ണൂരിലെ ഈ പറഞ്ഞ മെഡിക്കൽ കോളേജിലെ CPMന്റെ അച്ചാരം വാങ്ങിയവർ ആരാച്ചാരായി അവതരിച്ച് നടത്തി കൊടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ എന്താ? വസന്ത്, അപ്പോഴും ഞാൻ ചോദിക്കട്ടെ, ഈ സംഭവം ഉണ്ടായതിനു ശേഷം BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇതിനകത്ത് നിങ്ങൾ തന്നെ ഇതിനകത്തൊരു ഫോക്കസിലേക്ക് കൊണ്ടുവന്നു. അത് ആര് പ്രചരിപ്പിച്ചു തുടങ്ങിയാലും ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ ദിവ്യ മാപ്പ് പറയണം, രാജിവെക്കണം, ഇതൊക്കെയായിരുന്നല്ലോ തുടക്കത്തിൽ പ്രതിഷേധം. അതായത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അത് ആത്മഹത്യാ പ്രേരണയാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് സർക്കാരിന് പറയാം അതനുസരിച്ചുള്ള അന്വേഷണം സംഘങ്ങൾ നടക്കുന്നു, പാർട്ടിയിൽ നിന്ന് അവരെ തരം താഴ്ത്തുന്നൊക്കെ. അതിന് മറ്റൊരു തലം ഉണ്ടാകണം എന്നൊക്കെ ആവശ്യപ്പെടുന്നത് എത്രയോ കഴിഞ്ഞ ശേഷമാണ്. അപ്പോഴേക്കും അന്വേഷണം ഏതെല്ലാം ഘട്ടത്തിലേക്ക് പോയി. അങ്ങനെ ഒരു വീഴ്ച
രാഷ്ട്രീയപരമായിട്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് പറ്റിയിട്ടില്ലേ? ഇപ്പോൾ അതിലും വലിയ ചില സംഭവങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ഇത് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ അത് ശരിയല്ല. ഒറ്റ സെക്കൻഡ് ശ്രീ എൻ ഹരിദാസ്, BJP ആദ്യം അതല്ലേ പറഞ്ഞത് മറ്റെന്തെങ്കിലും തലമുണ്ട് എന്ന് തുടക്കത്തിൽ നിങ്ങൾ പറഞ്ഞിരുന്നു? ആത്മഹത്യാ പ്രേരണ കുറ്റം കോൺഗ്രസും BJPയും ഒരുമിച്ചായിരുന്നില്ലേ ഈ പ്രതിഷേധമൊക്കെ ആ സമയത്ത് നടത്തിയത്? 100% അല്ല അപർണ, അത് തെറ്റിദ്ധാരണയാണ്. 100% പറഞ്ഞിരുന്നു. ഞങ്ങളിത് ആംബുലൻസ് അവിടുന്ന് ഈ പോസ്റ്റ്മോർട്ടം ഇദ്ദേഹം സൂയിസൈഡ് ചെയ്ത ക്വാർട്ടേഴ്സിൽ നിന്ന് ഞാൻ അടക്കമുണ്ട്. ഞങ്ങളെ അടക്കം അങ്ങോട്ട് കയറാൻ വിട്ടിട്ടില്ല പോലീസ്. കയറാൻ വിടാത്തതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ് ഇൻക്വസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ബോഡി പുറത്തേക്ക് വരുമ്പോൾ അവിടെ കയറുന്നത്. അവിടെ കയറുമ്പോൾ തന്നെ പരിയാരത്തെ കൊണ്ടുപോകുന്നെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ആ ആംബുലൻസ് തടഞ്ഞിരുന്നു. ഞങ്ങളെ തള്ളി മാറ്റിയിട്ടാണ് പോലീസ് ഈ ആംബുലൻസ് മുന്നോട്ടെടുത്തപ്പോൾ ഞങ്ങൾ റോഡ് ഉപരോധിച്ചു. ഇത് നിങ്ങൾ പഴയ വിഷൻ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. അങ്ങനെ റോഡ് ഉപരോധിക്കുകയും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇതിന്റെ പിറകിൽ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കലക്ടർക്ക് കിട്ടിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കലക്ടർ ഇദ്ദേഹത്തെ വല്ലാതെ മ്ലേച്ഛമായ രീതിയിലുള്ള ദിവ്യ പറഞ്ഞതിനെക്കാട്ടും രൂക്ഷമായ രീതിയിൽ കലക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കലക്ടറുടെ പീഡനത്തിന് ഇദ്ദേഹം ഇരയായിട്ടുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കരാറ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തൽപര കക്ഷികൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ ചില പ്രശ്നങ്ങളുണ്ട്, തട്ടിക്കൂട്ട് കമ്പനിയാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഉദ്യോഗസ്ഥന്മാരത് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രഷർ ഉണ്ടായിരുന്നു. ആ പ്രഷറിനൊക്കെ P ശശിയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിന്റെ ഭാഗമാണ് എന്ന് അന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ വസന്ത്, അങ്ങനെയാണെങ്കിൽ ദിവ്യയെ അല്ലെങ്കിൽ മുന്നിൽ നിർത്തിക്കൊണ്ട് മറ്റ് വലിയ നീക്കങ്ങൾ നടന്നു, അതാണ് PV അൻവർ ആരോപിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചരട് വലിച്ചു, അതാണ് ഉണ്ടായത്, നടപടിയെടുത്തു എന്ന് പാർട്ടി പറയുമ്പോഴും ആർക്കെതിരെ നടപടിയെടുത്തു, അതെവിടെ കൊണ്ട് തീർന്നു എന്നുള്ളത്, ഇതിന് പിറകിൽ കൂടുതൽ ശക്തമായിട്ടുള്ള കരങ്ങളുണ്ട് എന്ന് അൻവർ പറയുന്നതിനെ രാഷ്ട്രീയ ആരോപണം മാത്രമെന്ന് പറഞ്ഞ് തള്ളിക്കളയായിരുന്നു CPM പാനലിസ്റ്റ്. അല്ല, ഒരിക്കലും പറ്റില്ല. കാര്യം എന്താണെന്ന് അറിയോ പറഞ്ഞ, ഇതിന് നമുക്കൊരു ക്രൊണോളജി ഉണ്ട് ഈ സീൻസിന്. ഒന്നാമതായി കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് ബോഡി കൊണ്ടുപോകുന്നു. ആ സമയത്ത് ആദ്യം നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്നു അത് പറ്റില്ല, കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ഉള്ളത് വിശ്വാസയോഗ്യമല്ല എന്ന് അടിമുട്ടി CPM ആയ ആ കുടുംബം പറയുന്നു. രണ്ടാമത് അവിടെ ഉണ്ടായിരുന്ന പ്രതിപക്ഷ സംഘടന യൂത്ത് കോൺഗ്രസ്, ഇപ്പോ BJP ഉണ്ടായിരുന്നു, യുവമോർച്ച ഉണ്ടായിരുന്നു, ഇവരെല്ലാവരും തന്നെ ആവശ്യപ്പെടുന്നു. അവിടുത്തെ CPI നേതൃത്വം ആവശ്യപ്പെടുന്നു. ന്യൂസ് 8ന്റെ ആർക്കൈവ്സിൽ എഴുതുന്നുണ്ട് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പാടില്ല എന്ന്. അത് ഞങ്ങളുടെ അന്നത്തെ നിലപാട് ശരിയാണ് എന്നതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്നത്. രണ്ടാമത് ദിവ്യയിലേക്ക് എന്തുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ, ദിവ്യയുടെ പ്രസംഗം നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. നോക്കൂ, വളരെ സുവ്യക്തമായി ദിവ്യ ഉയർത്തിവിടുന്ന ഒരു ആരോപണം, ഉയർത്തിവിടുന്ന ഒരു കാമ്പും കഴമ്പും ഇല്ലാത്ത ഒരു ആരോപണം അദ്ദേഹത്തെ നയിച്ചിട്ടുണ്ടാവാം എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ ആ വീഡിയോ നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നു. രണ്ടാമത് ദിവ്യക്ക് ജാമ്യം കിട്ടുന്നു. എപ്പോഴാണ് ജാമ്യം കിട്ടുന്നത്? കണ്ണൂർ കളക്ടറിന്റെ മൊഴി മാറിയതിനു ശേഷമാണ് ജാമ്യം കിട്ടുന്നത്. എപ്പോഴാണ് മൊഴി മാറുന്നത്? മുഖ്യമന്ത്രിയുടെ കേരള സ്റ്റേറ്റ് 1 എന്നെഴുതിയ കാറ് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വന്ന് കണ്ണൂർ ഗസ്റ്റ് ഹൗസിന്റെ ഉള്ളിൽ കയറി തിരിച്ചിറങ്ങുമ്പോൾ അവിടെ കണ്ണൂർ കളക്ടർ പോയി മുഖ്യമന്ത്രിയെ മുഖതാരാവ് കാണിക്കുന്നു. മുഖതാരാവ് കാണിച്ച് ആ അനുഗ്രാശിസ് മേടിച്ച് അദ്ദേഹം മടങ്ങി വരുന്നത് മൊഴി മാറ്റാൻ വേണ്ടിയാണ്. മൊഴി മാറുന്നു, ദിവ്യക്ക് ജാമ്യം കിട്ടുന്നു. ദിവ്യ ജാമ്യം കിട്ടിയ ഉടനെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. ന്യൂസ് 8ലാണ് ആദ്യം അത് ഏറിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദിവ്യയുടെ ആദ്യത്തെ ബൈറ്റ് എന്തായിരുന്നു? അത് എന്നെ കരുവാക്കി, എന്നെ ഇതിൽ പ്രതി ചേർത്തു, എന്നെ ഇതിൽ ഒറ്റയ്ക്കാക്കി, ബലിയാടാക്കി എന്നുള്ള രീതിയിൽ ദിവ്യ പറഞ്ഞില്ലേ. പക്ഷെ വൈകുന്നേരമായപ്പോൾ ദിവ്യയുടെ ആ സ്റ്റേറ്റ്മെന്റ് മാറി. കാര്യം ശ്രീമതി ടീച്ചർ അടക്കമുള്ള CPMന്റെ ഉന്നത നേതൃത്വം ദിവ്യയെ വീട്ടിലെത്തി സന്ദർശിച്ചു. പറഞ്ഞു, കമാന്നൊരു അക്ഷരം മിണ്ടരുത്, എല്ലാ സംരക്ഷണവും ഞങ്ങൾ നൽകാം, തൽക്കാലം ഇലക്ഷൻ കഴിയുന്നോടം വരെ ഒരു ചെറിയൊരു സെറ്റിൽമെന്റ് ആണിത്, ചെറിയൊരു നീക്കുപോക്കാണിത്, ഇത് വലിയ ഇഷ്യൂ ആക്കണ്ട എന്ന് ദിവ്യയോട് പറഞ്ഞു. അവിടെ തൊട്ട് ഞങ്ങൾ ആരോപിക്കുന്നുണ്ട് ഇതിന് പിന്നിൽ CPM ഉണ്ട്, ഇതിന് പിന്നിൽ CPMന്റെ സംസ്ഥാന നേതൃത്വമുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കൃത്യമായ ഇടപെടലുണ്ട് എന്ന് പറയുന്നത്. നോക്കൂ, അവരുടെ ഒരു കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ടാണ്, അതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്യുന്നത്. ഈ ഇന്റേണൽ ഇഞ്ചുറിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അങ്ങ് നേരത്തെ ഇടപെട്ടത്. ഇന്റേണൽ ഇഞ്ചുറി ഇല്ല എന്ന് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇന്റേണൽ ഇഞ്ചുറി ഇല്ല എന്ന് രേഖപ്പെടുത്തിയത് കൊണ്ടാണ് ഇന്റേണൽ ഓർഗൻസ് പ്രിസർവ് ചെയ്യേണ്ട, പ്രധാനപ്പെട്ട ഓർഗൻസ് ഒന്നും പ്രിസർവ് ചെയ്യേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്താൻ ആർക്ക് സാധിക്കുന്നത്? ഈ ഡോക്ടർമാർക്ക് സാധിക്കുന്നത്. അങ്ങനെ ഡോക്ടർമാർക്ക് സാധിച്ചുകൊണ്ടാണ് അത് നശിപ്പിച്ചു കളഞ്ഞത്. അതായത് ഇനിയൊരു പോസ്റ്റ്മോർട്ടം നടത്തിയാൽ പോലും വലിയ തെളിവുകൾ എത്താൻ പറ്റാത്ത രീതിയിൽ വളരെ കൃത്യമായി തെളിവ് നശീകരണം 6 ഭാഗത്തു നിന്നുണ്ടായി. കണ്ണൂർ മെഡിക്കൽ കോളേജിലെ
ഈ CPM-ന്റെ അച്ചാരം വാങ്ങിയ CPM-ന്റെ ആരാച്ചാര്യമാർക്ക് കൂട്ടുനിന്ന കണ്ണൂർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ അത് ചെയ്തു എന്നാണ് നമ്മൾ പറയുന്നത്. വളരെ കൃത്യമായി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അപർണ, ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ ആണ്. ആ മർഡറിൽ ഒന്നാമതായി PP ദിവ്യ മുതൽ ഇപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പി ശശി വഴി കണ്ണൂർ മെഡിക്കൽ കോളേജിലെ ഏതൊക്കെ ഡോക്ടർമാരുണ്ടോ അവരെല്ലാവരും ചേർന്ന് ഒരുമിച്ച് എത്രയോ വളരെ പ്രധാനപ്പെട്ട ഏതോ വലിയൊരു അഴിമതി, ആ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിൽ ആ മനുഷ്യനെ കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കുകയാണ്. ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്രയൊക്കെ ചെയ്താലും സത്യം മൂടി വെക്കാൻ അധികം കാലം CPM-നും AKG സെന്ററിനും കെൽപ്പുണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കി. ശ്രീ N. ഹരിദാസ്.